ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അങ്ങനെ ബാലചന്ദ്രനും എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണ്. നമ്മുടെ രോഹിത് സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇതിൽ രോഹിത് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും ഉണ്ടാകാൻ പോകുന്ന കുറെ രോഹിത്തിനുണ്ടാകുന്ന കുറെ അസ്വസ്ഥതകളും അതുപോലെ തന്നെ രോഹിത് കാരണം മറ്റുള്ളവർക്കുണ്ടാകുന്ന കുറെ അസ്വസ്ഥതകളും ഒക്കെ ഉണ്ട്. അപ്പം അതിലേക്കൊക്കെ തന്നെയാണ് നമ്മളെ നാളെ കഥ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ നേരെ കഥയിലേക്ക് കടക്കണം. അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് മനുശങ്കറും അതുപോലെ തന്നെ നമ്മുടെ കമലയും ശിവരും ഒക്കെ ചേർന്നിരുന്ന് സംസാരിക്കുകയാണ്. എപ്പോഴും കമലയ്ക്ക് പറയാനുള്ളത് രോഹിത് ഇറങ്ങി എന്നിട്ട് ഹരീനെ ഇറക്കിയില്ല എന്ന ആ ഒരു ഇതുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ കുറെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും അമ്മേ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരി ചെയ്ത തെറ്റിനുള്ളതാണ് ഇപ്പം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിത് ഒരു തെറ്റും ചെയ്യത്തില്ലാത്തത് കൊണ്ട് രോഹിത് പുറത്തിറങ്ങി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമല പറഞ്ഞു, പിന്നെ നിനക്ക് വേണമെങ്കിൽ നിന്റെ അനിയനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു, നിനക്ക് നിന്റെ അനിയനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. നീയും ആ അലീനയും നല്ല കൂട്ടല്ലേ, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സിങ്കല്ലേ. അപ്പൊ നിനക്ക് അലീനയോട് പറയത്തില്ലായിരുന്നു, ആ ശരണ്യോട് ഒന്ന് പറയണം എന്റെ അനിയനും നിരപരാധിയല്ല എന്നൊന്ന് പറയണമെന്ന് നിനക്ക് പറയത്തില്ലായിരുന്നോ അലീനയോട് പറയാന്? നീ എന്നിട്ട് പറഞ്ഞോ? നീ പറഞ്ഞില്ല. കാരണം എന്താ? നിനക്ക് നിന്റെ അനിയന് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ഇഷ്ടമല്ല, നിനക്ക് അവനോടൊരു സ്നേഹമില്ല. എടാ, കൂടപ്പിറപ്പ് സ്നേഹം വേണോടാ, കൂടപ്പിറപ്പ് സ്നേഹം. അലീന സ്വന്തം രക്തമല്ലാഞ്ഞിട്ട് പോലും കണ്ടില്ലേ സ്നേഹം കാണിച്ചത്? ആ ഒരു സ്നേഹം നിനക്കൊണ്ടോടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിർത്തുന്നുണ്ടോ? അമ്മ പറഞ്ഞത് മതി, കേറി കാട് കയറി പോകേണ്ട ഒരാവശ്യമില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടും. അതെ, മോളിരിക്കുന്ന ഒരാൾ കൊടുക്കും. അതൊക്കെ നമ്മൾ എത്ര മാറ്റി നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും, അതൊന്നും തടഞ്ഞു വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പറ്റത്തൊന്നുമില്ല. പിന്നെ ഇപ്പം രോഹിത്തിന് ജാമ്യം കിട്ടിയതാണ് അമ്മയുടെ സമാധാന കേടെങ്കിൽ അതിനൊന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇപ്പൊ ഈ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനും അച്ഛനും കൂടെ ഹരീനെ ഇറക്കണ്ട, രോഹിത്തിനെ ഇറക്കിയാൽ മതി ആ കോടതിയിൽ പോയി കിടന്ന് വാദിച്ച പോലെ അമ്മ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും, വാദിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അത് തന്നെയാണല്ലോ നടന്നിരിക്കുന്നത്. പെങ്ങടെ മോനെ ഇറക്കാം, സ്വന്തം മോനെ ഇറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ശിവൻ പറഞ്ഞു, നീ എണീറ്റ് പോകുന്നുണ്ടോ എന്ന്. മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് ഇവള് പറയുന്ന ഓരോ വാക്കും കേട്ട് നിന്ന് ഇവള് പറയുന്നതെല്ലാം അതേപടി അനുസരിച്ച് ചെയ്തിട്ടാ ഞാനിപ്പോ എന്താ ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. മാത്രമല്ല, നിനക്ക് മകനെ വളർത്താനുള്ള കഴിവോ പ്രാപ്തിയോ ഇല്ലായിരുന്നെങ്കിലേ നീ പറയണമായിരുന്നു, ഞാന് ഈ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട ഒരാവശ്യമില്ലായിരുന്നു, മക്കളെ വളർത്തി അവരെ നേർവഴി കാണിച്ചിട്ടേ ഞാൻ പോകത്തുള്ളായിരുന്നു. പക്ഷേ നിന്റെ കയ്യിൽ വിശ്വസിപ്പിച്ച് ഞാൻ ഏൽപ്പിച്ചിട്ട് പോയി, അതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുമ്പോൾ കമല പറഞ്ഞു, ഇനിയല്ല എന്റെ തലയിലങ്ങ് കൊണ്ട് വെച്ചാൽ മതിയല്ലോ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞല്ലോ, ഇനിയല്ല എന്റെ തലയിലൊക്കെ കൊണ്ട് വെച്ചാൽ മതിയല്ലോ. എന്റെ കുടുംബത്തിൽ ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അല്ല, എന്റെ കുടുംബത്തിലാണോ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? അതൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും എന്റെ മോനെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം. നോക്കിക്കോ, ഞാൻ കൊണ്ടുവരും. നിങ്ങൾക്കാർക്കും പറ്റിയില്ലെങ്കിലേ ഞാൻ ഇനി ഇറങ്ങിത്തിരിക്കാൻ പോകുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനു പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുക. ആരാ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കേണ്ടെന്ന്? അമ്മയുടെ മകനെ രക്ഷിക്കണേ, അമ്മ ഇറങ്ങി തിരിച്ച് നടക്കുമെങ്കിൽ അമ്മ ഇറങ്ങിത്തിരിക്കുക. ആരെങ്കിലും ഇവിടെ ഇറങ്ങരുത് പോകരുത് എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇറങ്ങുമ്പോ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ രോഹിത്തിനെ കൊണ്ടുവരാനായിട്ട് സബ് ജയിലിലേക്ക് പോവുകയാണ്. അപ്പൊ ജയിലിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ തന്നെ എന്ത് ചെയ്തു? നമ്മുടെ ബബിത ഇറങ്ങി റെഡി ആയിട്ട് ഓടി ചെന്ന് വണ്ടിയിലേക്ക് കയറി ഇരിക്കുകയാണ്. കാരണം അമ്മ പറഞ്ഞായിരുന്നല്ലോ, സബ് ജയിലിൽ പോകുമ്പോൾ അലീനയെ കൊണ്ടുപോകരുത്, നീ തന്നെ കൂടത്തി പോകണം. അപ്പൊ അതുകൊണ്ടാണ് ഒരുങ്ങുകയും എടുക്കുകയൊക്കെ ചെയ്തത്. അമ്മ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ബബിതേച്ചി രാവിലെ എങ്ങോട്ടായി പോകുന്നെന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താ, നീ എന്തിനാ എന്റെ കാര്യം തിരക്കാൻ വരുന്നതെന്ന് ചോദിക്കുമ്പോ, ഞാന് ബബിത ചേച്ചി എങ്ങോട്ട് പോവാന്നല്ലേ തിരക്കുള്ളൂ, കോളേജിൽ പോകുന്നില്ല. ഇപ്പൊ കോളേജിൽ പഠിക്കാൻ പോകണേ രാവിലെ കോളേജിൽ പോവാന്ന് പറയാം. ഇതിപ്പം പതിവില്ലാതെ രാവിലെ ഒരുങ്ങി ഇത് എങ്ങോട്ട് പോവാ? അതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന് ഇത്ര ചൂടാവേണ്ട കാര്യം എന്താന്ന് ചോദിച്ചപ്പം, അതെ ഞാൻ പല സ്ഥലത്തേക്കും പോകും, നിനക്ക് എന്താ, നീ ചോദ്യം ചെയ്യേണ്ട, നീ ആ കുലീനയുടെ കാര്യം മാത്രം നോക്കിയിരുന്നാൽ മതി, നീ എന്റെ കാര്യം കൂടുതൽ നോക്കാനൊന്നും വരണ്ട കേട്ടോളി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത നേരെ ചെന്നു. ഏതായാലും ഈ സമയത്ത് ബാലചന്ദ്രൻ ഒരുങ്ങി വന്നു. പക്ഷെ അലീന ഒരുങ്ങുന്നൊന്നും ഇല്ല കേട്ടോ. അലീന സബ് ജയിലിലേക്ക് പോകണ്ട എന്ന് തന്നെ നേരത്തെ തീരുമാനിച്ചിരുന്നു. ബാലചന്ദ്രനോട് അലീന പറയുകയും ചെയ്തിരുന്നു, ഞാൻ വരുന്നില്ല, അച്ഛൻ തന്നെ പോയാൽ മതി, സാരമില്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അലീന പോകാനായിട്ട് റെഡി ആയില്ല. പക്ഷെ ബബിത ഓർത്തിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലീന ഇനി ചെല്ലും, അതിനു മുമ്പ് റെഡിയായി ബാലചന്ദ്രനോട് സമ്മതം മേടിക്കണം എന്നാ. അപ്പൊ ബാലചന്ദ്രൻ ഒരുങ്ങി റെഡിയായി നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ബബിത പറഞ്ഞു, അത് പിന്നെ അച്ഛ ഞാനും വന്നോട്ടെ കൂടെ, ഞാനും വരിക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, നീ എങ്ങോട്ട് വരിക? അത് പിന്നെ ഞാനും രോഹിത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാനും വരികയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നീ എന്താ ഒരുക്കമൊക്കെ കഴിഞ്ഞോ? ഞാൻ ഒരുങ്ങിയൊക്കെ കഴിഞ്ഞു. എന്നാ നീ പോക്കോ, എന്നാ നീ പോന്നോ, അതിനിപ്പോ എന്താ എന്നിങ്ങനെ പറഞ്ഞ് ഒരു ലാഭവും ഇല്ലാതെ ഇങ്ങനെ നമ്മുടെ
ബാലചന്ദ്രൻ പറഞ്ഞു കേട്ടോ. കാരണം അലീന വരുന്നില്ലല്ലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അലീനയെ ഒന്ന് നോക്കുന്നുണ്ട് ബബിത. അലീന ഒരുങ്ങിയിട്ടൊന്നുമില്ല, ആ ഒരു ഇതോടൊക്കെ കൂടി തന്നെ നിൽക്കുന്നു, ആ ഒരു വേഷത്തോടൊക്കെ കൂടി തന്നെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അലീന എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അച്ഛൻ പോയിട്ട് വാ, എല്ലാ പ്രാർത്ഥനയും ഉണ്ടാകും, അച്ഛൻ പോയിട്ട് വാ, വരുമ്പോഴത്തേക്ക് രോഹിത്തിനെ കൂട്ടിക്കൊണ്ടേ അച്ഛൻ വരത്തുള്ളൂ, അതറിയാം, ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്ക് വീണ്ടും ബബിത ഇങ്ങനെ നോക്കും, ഇവളെന്നാ വരുന്നില്ല, ഇവള് വരുന്ന ഓർത്താണല്ലോ ഞാൻ ഇരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ബബിതയ്ക്ക് ഓടിച്ചെന്ന് വണ്ടിയിൽ ഇരിക്കാം, എന്നിട്ട് അലീനയെ കൊണ്ടുപോകാതിരിക്കാം എന്നൊക്കെ ഓർത്തൊരു ഭാവം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊന്നും നടന്നില്ല. ഒത്തിരി നിർബന്ധമൊന്നും പിടിക്കേണ്ട വന്നില്ല. ഞാൻ വന്നോട്ടെ വരണ്ടേ എന്നൊക്കെ ചോദിക്കേണ്ടി വന്നില്ല. നമ്മുടെ ബാലചന്ദ്രൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അവര് വണ്ടിയിലേക്ക് കയറുകയാണ്. അങ്ങനെ മകനെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രതീക്ഷയോടും സന്തോഷത്തോടും ഒക്കെ കൂടി, ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ മകൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ മാറി, അതും കൊണ്ടുവരേണ്ടത് അത്രയ്ക്ക് നല്ലൊരു സുരക്ഷിതത്വത്തോടു കൂടി ആയിരിക്കണം. ജാമ്യം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ, പ്രതി അല്ല എന്ന് തെളിഞ്ഞിട്ടൊന്നുമില്ല, ജാമ്യം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്രയ്ക്കും സുരക്ഷിതമായിട്ട് തന്നെ നമ്മുടെ ബാലചന്ദ്രൻ മകനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സുരക്ഷിതത്വങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ഒരു സമയമാണെങ്കിൽ നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റുന്നില്ല, കിടക്കാൻ, അല്ലെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, ഇതിലും കിടക്കാൻ പറ്റത്തില്ല, ഇരിക്കപ്പുറത്തില്ലാത്തൊരു മട്ടാണ്. അങ്ങനെ ബബിതേനെ നേരം വെളുത്തപ്പോ തന്നെ വിളിക്കുന്നുണ്ട്, നീ ഒരുങ്ങിയോടി, നീ പോയോടി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അമ്മേ ഞാനിപ്പം അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ, നീ ഒരു കാര്യം ചെയ്യണം, രോഹിത് വന്ന ഉടനെ തന്നെ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ, അത് പിന്നെ അമ്മേനെ വിളിക്കാതിരിക്കുവോ, രോഹിത് വന്ന ഉടനെ തന്നെ അമ്മേനെ വിളിക്കാൻ, ഞങ്ങളിപ്പോ സബ് ജയിലിലേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്നൊക്കെ പറയുന്നു. ഏതായാലും പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയാണോടിന്ന് ചോദിക്കുമ്പോ, അതെ അമ്മയാച്ചാന്ന് പറയുമ്പോഴത്തേക്കും, ഓ നിന്റെ അമ്മ നിന്നെ വിളിക്കുകയൊക്കെ ചെയ്യുമല്ലേ, പിന്നെ എന്നെ വിളിക്കാതെ അമ്മ ആരെ വിളിക്കാനാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്, അമ്മ പറയുന്ന കാര്യം അച്ഛനങ്ങ് കേട്ടൂടെ, എന്താ അച്ഛൻ ഇങ്ങനെ, അച്ഛന് വേറൊന്നും ചിന്തിക്കണ്ടല്ലോ, അലീനെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മേനേക്കാളും കൂടുതൽ എന്ത് ബന്ധം അലീനയായിട്ടുള്ളത്? അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? അലീനെ പോയിട്ടേ അമ്മ വരത്തുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അതങ്ങ് അച്ഛന് സമ്മതിച്ചു കൊടുക്കാൻ തീരാവുന്ന പ്രശ്നമൊക്കെ അല്ലേ ഉള്ളൂ എന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ മിണ്ടാതിരുന്നോ, നീ എന്റെ കൂടെ സബ് ജയിലിലേക്ക് വരുന്നുണ്ടോ, അതോ പകുതി എത്തുമ്പോൾ ഞാൻ ഇറക്കി വിടണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ അച്ഛൻ ഞാൻ ചോദിച്ചത് വല്ല തെറ്റുണ്ടോ? ഉണ്ട്, നീ ചോദിച്ചത് തെറ്റാണ്, കാര്യം അറിയാതെ നീ കൂടുതൽ സംസാരിക്കരുത്, കാര്യം അറിഞ്ഞവരാരും ഒരിക്കലും എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ നിന്നിട്ടില്ല. നിന്റെ അമ്മ തലയ്ക്ക് അഹങ്കാരം പിടിച്ച് നടക്കുകയല്ലേ, അവൾക്ക് അഹങ്കാരം മൂത്ത് അവൾ എന്താ ചെയ്തത്, രാത്രി 12 മണിയായിട്ട് ഇറങ്ങി പോയിട്ട് അവളിപ്പോ ആക്സിഡന്റ് പറ്റി ദൈവം കൊടുത്തത് അവൾക്ക്, ഇപ്പൊ അവൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? അവൾക്ക് ഒന്ന് എന്താ പറയുക, സ്വാതന്ത്ര്യത്തോടു കൂടി ഒന്ന് ചലിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ആരുടെയും വരസഹായത്തോടു കൂടി മാത്രമല്ലേ അവൾക്ക് ബെഡിൽ നിന്ന് തിരിഞ്ഞു പോലും കിടക്കേണ്ട അവസ്ഥ വന്നത്. ഇതൊക്കെ അവള് കാരണം തന്നെയാ. അതുകൊണ്ട് എന്റെ പൊന്നു കൊച്ചെ, നിനക്ക് വേണമെങ്കിൽ നീ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേട്ടോ, പക്ഷെ എന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞോണ്ട് വരരുത്. ഞാനിപ്പോ പോകുന്ന സബ് ജയിലിലേക്കാണ്, എനിക്ക് രോഹിത്തിനെ കൊണ്ടുവരാ എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നീ ഇങ്ങോട്ടേക്ക് കയറി നിന്റെ ചേട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ, അതിനും കൂടെ അല്ലേ നീ ഇങ്ങോട്ടേക്ക് കയറിയത്? അതെ, അതിനും കൂടെയാണ് ഞാൻ അച്ഛനോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ, എന്നാ ഇനി പറയണ്ട, നിർത്ത്, നീ പറഞ്ഞതൊക്കെ മതി, പറഞ്ഞിടത്തോളം ഒക്കെ മതി, ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറയണം. ഇതേസമയം നമ്മുടെ ബാലചന്ദ്രൻ സബ് ജയിലിൽ എത്തുകയാണ്. അങ്ങനെ സബ് ജയിലിലെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രോഹിത്തിനെ ജയിലിൽ നിന്നും സബ് ജയിലിൽ നിന്നും പുറത്തിറക്കുകയാണ്. അപ്പോഴാണ് സത്യം പറഞ്ഞാല് നമ്മുടെ രോഹിത്തിന് ഒരു നേരശ്വാസം വീണത് എങ്കിൽ പോലും മുഖത്ത് ആ ഒരു ഇതൊന്നും കാണുന്നില്ല. രോഹിത്തിന്റെ മുഖത്ത് എന്താ പറയാ, ഒരു സന്തോഷവും ഇല്ല കേട്ടോ. ജയിലിൽ നിന്ന് ഇറങ്ങി ഇത്രയും നാളും ഒരു പ്രതിയായിട്ട് ജയിലിൽ കിടന്നു, നിരപരാധിയായിട്ട് ജയിലിൽ കിടന്നു എന്ന ആ ഒരു ഭാവവും മുഖത്തില്ലാതെയാണ് നമ്മുടെ രോഹിത് ഇറങ്ങി വരുന്നത്. അപ്പൊ രോഹിത് ഇറങ്ങി വന്ന ഉടനെ ബബിതയ്ക്കൊക്കെ ഒത്തിരി സന്തോഷമാവുകയാണ്. അപ്പം ബബിതയാണെങ്കിൽ രോഹിത്തേന്ന് വിളിച്ചോണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ തല കുനിച്ച് വണ്ടിയിലകത്ത് കയറിയിരിക്കുന്ന, അല്ലാതെ ഒരു അക്ഷരം കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല രോഹിത്. ഒന്നും മിണ്ടാതെ ആ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. ഏതായാലും ഈ സമയം നമ്മുടെ ബബിത ഇത് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇപ്പൊ അവനോട് സംസാരിക്കാനൊന്നും നിൽക്കേണ്ട, അവന്റെ അവസ്ഥ അതാണ്, നീ ഇപ്പൊ സംസാരിക്കേണ്ട, നീ സംസാരിക്കാൻ പോകണ്ട, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട, അവന് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ എന്തിനാ ബബിത സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ബബിതയാണെങ്കിൽ ഇതെന്താ ഇവനൊന്നും മിണ്ടാത്തത് എന്നുള്ള രീതിയിലേക്ക്. പക്ഷെ ബബിതയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ, സ്വന്തം ആങ്ങളെയാണല്ലോ, ആങ്ങളെ പുറത്തിറങ്ങിയതിന്റെ എല്ലാ സന്തോഷവും മുഖത്ത് കാണുന്നുണ്ട്. ഏതായാലും ഈ സമയമാണെങ്കിൽ നമ്മുടെ അലീന കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇവര് വരുന്നത് നോക്കിയിട്ട്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അലീന രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. അപ്പൊ രേവതിക്കുട്ടി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ രേവതിക്കുട്ടീനെ വിളിച്ച് പറയുന്നുണ്ട്, രോഹിത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാണ് എന്ന് പറഞ്ഞപ്പോ, എന്ത് പറ്റി ചേച്ചി പോവാത്തത്?
അല്ല എന്നും ചേച്ചി കൂടെ പോകുന്നതാണല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് കൂടെ പോകാൻ തോന്നിയില്ല, സെൻട്രൽ ജയിലിലേക്കൊന്നും എനിക്ക് സെൻട്രൽ സോറി സബ് ജയിലിലേക്കൊന്നും എനിക്ക് പോകാൻ തോന്നിയില്ല, അതുമല്ല ബബിത കൂടെ പോയിട്ടുണ്ടെന്ന്. ബബിതയോ? ആ പെങ്കൊച്ച് വീട്ടിനകത്തുനിന്ന് വെളിയിലൊന്നും ഇറങ്ങത്തില്ലല്ലോ, ചേച്ചി തന്നെയല്ലേ പറയാറുള്ളൂ ഒരു ഫോണും കുത്തി പിടിച്ചിരിക്കുകയാണെന്ന്. അതൊന്നും എനിക്ക് അറിയില്ല. ഏതായാലും ഇത് രോഹിത്തിനെ കൊണ്ടുവരാൻ പോയപ്പോഴത്തേക്കും അവള് ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. ചിലപ്പോൾ മേഡം പറഞ്ഞു കാണുമായിരിക്കും അവളോട് കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലാനായിട്ട്. ഞാൻ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും മേഡം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് പറയുമ്പം എന്നാലും എത്ര ദിവസം കൂടിയാ എല്ലാവരും രോഹിത്തിനെ കാണാൻ പോകുന്നത്, അതിന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾക്കൊക്കെ കാണുമായിരിക്കുമല്ലോ. എന്റെ എക്സൈറ്റ്മെന്റ് ഒന്നും അല്ല രേവതിക്കുട്ടി, എല്ലാവർക്കും ഒരു ഭയം തന്നെയാണ്. അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ഏതായാലും വരട്ടെ, അവന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവന്റെ ആ ഒരു മനസ്സ് മാറ്റിയെടുക്കാനും ഒക്കെ ഉണ്ട്. എങ്ങനെയാണോ ശരണ്യയുടെ ആ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പൊ നമ്മുടെ രോഹിത്തിനും ഉള്ളത്. ശരണ്യ പ്രതിയല്ല, പക്ഷെ ശരണ്യ ഒരു റേപ്പ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയിലോ ഉണ്ടായിരുന്ന, അതായത് ചതിക്കപ്പെട്ട ഒരു സ്ത്രീ ആയി പോയല്ലോ, ചതിക്കപ്പെട്ട ഒരു പെണ്ണായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ ചതിയിൽ അകപ്പെട്ട ഒരാളാണല്ലോ ഈ പറയുന്ന രോഹിത്ത്. ഹരിയുടെയും കൂട്ടുകാരന്മാരുടെ ഒക്കെ ചതിയിൽ അകപ്പെട്ടിട്ട് ജയിലില് നിരപരാധിയായിട്ടും ജയിലിൽ പോയി കിടക്കേണ്ട ആ ഒരു അവസ്ഥ വന്നതിൽ ഒരുപാട് തളർന്ന മനസ്സായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എനിക്കത് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്റെയും കൂടെ ബ്ലഡ് അല്ലേ, ഞങ്ങളൊക്കെ ഒരേ ബ്ലഡ് അല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അലീന ചേച്ചി വിചാരിച്ചാൽ എന്താ പറ്റാത്തത്? അലീന ചേച്ചി വിചാരിച്ചാൽ ശരണ്യ ചേച്ചി മാറ്റിയെടുക്കാൻ സാധിച്ചില്ലേ? പിന്നെ സിമ്പിളായിട്ട് നമുക്ക് രോഹിത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ലേ? അലീന ചേച്ചി നോക്കിക്കോ, രോഹിത്തേട്ടൻ മാറി രോഹിത്തേട്ടൻ നല്ല രീതിയിൽ തന്നെ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ രോഹിത്തും രേവതിയും അവര് തമ്മിൽ റിലേഷനിലാണുണ്ടേ. അപ്പൊ അതൊക്കെ നമുക്ക് നാളെ മറ്റന്നാളും ഒന്നും അല്ല, ചിലപ്പോൾ അതൊക്കെ ഒത്തിരി ദിവസങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി മാസങ്ങൾ എടുത്തിട്ടൊക്കെ കാണത്തുള്ളായിരിക്കും. നമുക്ക് നോവലിൽ അങ്ങനെയൊക്കെ ഉണ്ട്. രോഹിത്തും രേവതിക്കുട്ടിയും കൂടി തമ്മിലൊരു ചെറിയൊരു പ്രണയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണും. ഞാനിപ്പോ പെട്ടെന്ന് അവരുടെ ഇത് പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഏതായാലും ഈ ഒരു സമയത്ത് രോഹിത്ത് വരുന്നതും കാത്ത് നമ്മുടെ അലീന ഇരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് രോഹിത്ത് വന്നു. രോഹിത്തിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. രോഹിത്തിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ മാത്രമല്ല, രോഹിത്ത് ആ വീട് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു അവസ്ഥയിലാണ് രോഹിത്ത് ഉള്ളത്. ഏതായാലും ഈ സമയത്ത് ബബിത രോഹിത്തിനെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. കാരണം രോഹിത്തിനെ മൈൻഡ് ചെയ്തിട്ട് കാര്യമെന്ന് ബബിതയ്ക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ അലീന നോക്കിയിരിക്കുകയാണ് രോഹിത്ത് ഇറങ്ങുന്നതും കാത്ത്. അങ്ങനെ രോഹിത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട് മൊത്തമൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ടാണ് അകത്ത് കയറുന്നത്. ആരോടും മിണ്ടാതെ ഒന്നും മിണ്ടാതെ നേരെ വിട്ടടിച്ച് രോഹിത്തിന്റെ റൂമിലേക്ക് പോയി വാതിൽ അടച്ചിടുകയാണ്. അപ്പൊ ആ ഒരു നേരത്തും രോഹിത്തെ എന്ന് പറഞ്ഞ് ബബിത വിളിക്കുമ്പോഴത്തേക്കും ബബിതയോട് ദേഷ്യപ്പെട്ട് എന്നോട് മിണ്ടിക്കൊണ്ട് വരരുത്, എന്നൊരു കാര്യം ആരും എന്നോട് സംസാരിച്ചുകൊണ്ട് വരരുത്, എന്നോട് സംസാരിക്കേണ്ട, ആരും ഒന്നിനെ കുറിച്ചും എന്നോട് ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യം വന്നിട്ട് ആണ് രോഹിത്ത് അകത്തേക്ക് കയറി പോകുന്നത്, റൂമിനകത്തേക്ക് കയറി പോകുന്നത്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവന് മിണ്ടാൻ ഇപ്പൊ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, അവൻ അവിടെ കുറച്ചു നേരം റിലാക്സ് ചെയ്യട്ടെ, പിന്നെ അലീനെ കുറച്ചു നേരം കഴിയുമ്പോൾ അവന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കണം എന്ന് അലീനയോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. ഇത് പ്രകാരമാണ് അലീന ഫുഡുമായിട്ട് മേളത്തെ നിലയിലേക്ക് പോകുന്നത്, റൂമിലേക്ക്. അവിടെ ചെല്ലുമ്പം അലീനയ്ക്ക് നേരിടേണ്ടി വരുന്നതും ഈ ബബിത നേരിട്ട് അതേ അവസ്ഥ തന്നെയാണ്. ദേഷ്യം വന്നിട്ട് ഫുഡൊക്കെ വലിച്ച് എറിയാണ്. ഇതെന്താ ജയില് തന്നെയാണോ ഇത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ എന്തോ ഒരു മാനസികമായിട്ട് ഒരുപാട് പിരിമുറുക്കം അനുഭവിച്ചതുകൊണ്ടായിരിക്കാം രോഹിത്ത് ആകെപ്പാടെ ഒന്നിനൊന്ന് കൂടുതൽ എന്താ പറയാ ഒരു വൃത്തികെട്ട സ്വഭാവം ആയിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ ബബിതേനെ വിളിച്ചിട്ട് വൈജയ പറയുന്നുണ്ട് രോഹിത്തിന്റെ കയ്യിലൊന്ന് കൊടുത്തേന്ന്. അപ്പൊ രോഹിത്ത് പറയുന്നുണ്ട് അമ്മയാന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് ആരോടും സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തട്ടി മാറ്റി എറിയാണ് ഫോൺ കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ മിസ് ചെയ്ത് കളയരുത്. രാവിലെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഡെയിലി എന്നൊരു 8 മണി 8:30 കൂടിയൊക്കെയാണ് നമ്മൾ ഫുൾ വിശേഷം ഇടുന്നത്. രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനയുടെ ആദർശിന്റെയും കഥയും നമ്മൾ ഇന്ന് ഇടുന്ന പോലെ പഴയ ചാനലില് മെയിൻ ചാനലില് ജിൽജിസിനുലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും വേണം. ഇന്നും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുന്ന പ്രതീക്ഷയോട് കൂടി നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.